മൊത്തത്തിൽ പണി വാളുവെന്ന് കരുതിയൊരു കേക്കൊക്കെ നമ്മൾ നേരത്തെ സെറ്റ് ചെയ്ത് ഈവനിങ് ആയിരുന്നു കേക്ക് ഡെലിവറി ടൈം. വേണ്ട കളറിലെയും സൈസിലെയും ഷുഗർ ബീഡ്സ് കിട്ടാത്തതുകൊണ്ട് വൈറ്റ് ഷുഗർ ബീഡ്സ് മേടിച്ച് അതിൽ കളർ ചെയ്താണ് എടുത്തത്. കളർ ചെയ്യുന്ന വീഡിയോ ഞാൻ നേരത്തെ അപ്ലോഡ് ചെയ്തു. പണി മാളി തുടങ്ങിയ ഇവിടെ നിന്നാണ്. നമ്മൾ കളർ ചെയ്ത ഉടനെ തന്നെ ഞാൻ ഈ 2 ബീഡ്സും കൂടെ മിക്സ് ചെയ്ത സമയത്ത് ഓൾറെഡി അത് ഡ്രൈ ആയിട്ടില്ല. അപ്പം ഇതിൻ്റെ കളർ കുറച്ച് ഫെയ്ഡായി. ഞാനത് വലിയ കാര്യമാക്കാതെ കേക്കിലേക്ക് സെറ്റ് ചെയ്തു. ഇതൊരു ജെൻഡർ റിവീലിംഗ് കേക്കായിരുന്നു. ക്ലയൻറ്റ് വന്നിട്ട് പുറത്തു നിന്നായിരുന്നു. അവരുടെ പേരൻസിനെ അറിയിക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഈ കേക്ക് ഓർഡർ ചെയ്തത്. കേക്കിനേക്ക് വേണ്ടി കുറച്ച് ബേബി ഫുഡ് നമ്മൾ ഫോണ്ടൻ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ബീഡ്സ് അറേഞ്ച് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഈ കേക്കിൻ്റെ തീമായിട്ടൊരു മാച്ചിങ് അല്ലാത്ത പോലെ ഫീൽ ചെയ്തു. ഒന്നും ആലോചിച്ചില്ല, പെട്ടെന്ന് തന്നെ ഇതങ്ങ് വൈപ്പ് ചെയ്തെടുത്തു. ഡെലിവറിക്ക് ഒരു അരമണിക്കൂർ മുമ്പുള്ളപ്പോഴാണ് ഞാനിത് ചെയ്യുന്നത്. എൻ്റെ കയ്യിലൊരു ബിപ്പ് ചെയ്ത ക്രീം ഇരിപ്പില്ല. ക്രീം ഞാൻ ഫ്രീസറിലും വെച്ചു. പിന്നെ ഒന്നും ആലോചിച്ചില്ല, കേക്കിലുള്ള ബാക്കി ക്രീം എല്ലാം സേഫായിട്ട് എടുത്ത് കുറച്ചൊരു എല്ലാ ടോണും കൂടെ ആഡ് ചെയ്തിട്ട് നമ്മൾ ഫിനിഷ് ചെയ്തെടുത്തു. എനിക്ക് ഫുള്ളായിട്ട് നല്ല ഫിനിഷിങ് കിട്ടാത്തതുകൊണ്ട് ഞാൻ സ്ക്രാപ്പ് വർക്ക് കൂടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ പെട്ടെന്ന് തന്നെ അതേ കളർ ടോണിലുള്ള കുറച്ച് റോസ് ഫ്ലവേഴ്സ് ഉണ്ടാക്കി പെട്ടെന്ന് ആക്കിയെടുത്തു. പിന്നെ പെട്ടെന്ന് ഫോട്ടോ എടുത്ത് ഞാൻ ക്ലയൻറ്റിന് അയച്ചു കൊടുത്തു. എനിക്ക് ഇങ്ങോട്ട് അബദ്ധം പറ്റിയിട്ടുണ്ടാവുകൊണ്ട് ഞാൻ റഫ്നെസ് ഒന്ന് മാറ്റിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട്. പക്ഷേ അവർക്കും സെക്കൻഡ് പിക്ചറാണ് ഇഷ്ടപ്പെട്ടത്. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് ഫസ്റ്റ് ചെയ്ത ബീഡ്സ് ആണോ വെക്കുന്നത്, ഇതാണോ കുറച്ചുകൂടി മാച്ചായിട്ട് ഫീൽ ചെയ്തത്? അപ്പോൾ അത്രയേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്.